ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഏറ്റവും ഉത്കൃഷ്ടമായ പദത്തെ എപ്രകാരമായാലാണ് പ്രാപിക്കാൻ കഴിയുക എന്ന് ഭഗവാൻ നമുക്ക് വിസ്തരിച്ചു തരികയാണ്. അതെന്താണ്? അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഇതിൻ്റെ വിവർത്തനം വളരെ ലളിതമാണ്. ഏതിലും സക്തനാകാത്ത ബുദ്ധിമാൻ തൃഷ്ണയറ്റവൻ ജിതൻ പോകുന്നു സന്യാസാൽ ശ്രേഷ്ഠം നൈഷ്കർമ്മ്യസിദ്ധിയേ. ഏതിലും സക്തനാകാത്ത, ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളിലും ആസക്തിയില്ലാത്ത, ലോകത്തിലെ ഒരു വസ്തുവിലും ആഗ്രഹം തോന്നാത്ത, കാരണം ആ പരമാത്മദർശനം, ആ പരമാത്മാനുഭൂതിയെ കിട്ടിയ ഒരാൾക്ക് പിന്നെ ഈ പ്രപഞ്ച വസ്തുക്കളിൽ ഒന്നിനും താല്പര്യം ഉണ്ടാവുകയില്ല. ഏതിലും സക്തനാകാത്ത ബുദ്ധിമാൻ തൃഷ്ണയറ്റവൻ. ബുദ്ധിമാനാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി, ബുദ്ധി തെളിഞ്ഞ ഒരാളാണ്. ഹൃദംബരാബുദ്ധിയുള്ള, സത്യത്തിൽ മാത്രം ബോധത്തെ പ്രവേശിപ്പിക്കുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ. തൃഷ്ണയറ്റവൻ, ഈ ലോകത്തിലെ ഒരു വസ്തുവിനോടും ആഗ്രഹം വേണം വേണം എന്ന മനോഭാവം ഇല്ലാത്ത വ്യക്തി. തൃഷ്ണ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവാത്ത മനോഭാവത്തിനാണ് തൃഷ്ണ എന്ന് പറയുന്നത്. ആ തൃഷ്ണ അറ്റവൻ ജിതൻ. ജിതൻ എന്നാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ച ആള്. അങ്ങനെ ഇന്ദ്രിയ ജയം നേടിയ ഒരാൾ പോകുന്നു, അല്ലെങ്കിൽ പ്രവേശിക്കുന്നു സന്യാസാൽ. കർമ്മഫലത്യാഗത്തെ ഉപേക്ഷിച്ച ഒരാൾക്കാണ് ഇവിടെ സന്യാസി എന്ന് പറയുന്നത്. കർമ്മത്തെ ഉപേക്ഷിക്കുകയല്ല, കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് സന്യാസം. അങ്ങനെ ഒരു കർമ്മത്തിലും ആസക്തിയില്ലാതെ, ഒരു കർമ്മഫലത്തിലും ആസക്തിയില്ലാതെ എത്തപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിൽ അവർ എത്തുന്നു. എങ്ങനെ? നൈഷ്കർമ്മ്യസിദ്ധിയെ, അതായത് കർമ്മഫല സംസ്കാരം, കർമ്മങ്ങളുടെ ഒരു സംസ്കാരവും അല്ലെങ്കിൽ കർമ്മവാസനകൾ ഒന്നും തന്നെ ആ വ്യക്തിയിൽ അവശേഷിക്കുകയില്ല. അവർക്ക് കർമ്മ സംസ്കാരം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കർമ്മവാസനകൾ ഇല്ലെങ്കിൽ അവർ എത്തപ്പെടുന്നത് ആ ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിലാണ്. അവർക്ക് സൂക്ഷ്മ ശരീരമേ ഉണ്ടാവുകയില്ല. അത് നേടേണ്ടത് ഈ സ്ഥൂല ശരീരം ഉള്ളപ്പോഴാണ്. സ്ഥൂല ശരീരം ഉള്ളപ്പോൾ നമ്മൾ ആ പദത്തിൽ എത്തണം. ഈ സ്ഥൂല ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂക്ഷ്മ ശരീരം അവിടെ ഉണ്ട്. അത് വീണ്ടും അടുത്ത സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മവാസനകളെയെല്ലാം നശിപ്പിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കുന്നു. ആര്? ഏതിലും സക്തനാകാതെ ബുദ്ധിമാൻ തൃഷ്ണയറ്റവൻ ജിതൻ പോകുന്നു സന്യാസാൽ ശ്രേഷ്ഠം നൈഷ്കർമ്മ്യസിദ്ധിയേ. നൈഷ്കർമ്മ്യം, കർമ്മവാസനകളില്ലാത്ത അവസ്ഥയെ അവർ പ്രാപിക്കുന്നു. അതാണ് ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം നാം ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത്.